എന്തേ? എന്താ വേണ്ടത്? 1.5 കാലേ ഉള്ളൂ, എന്നിട്ടും ഇത്ര ചങ്കൂറ്റോ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഇപ്പൊ വേണോ? എന്റെ ഒരു സാധനം ഇവിടെ കൊണ്ടുവരാൻ നീ എടുത്തു കളയും അല്ലേടാ? അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. എവിടെ? ദാ അവിടെ. പോയി എടുത്തോണ്ടാ, ചെന്ന് എടുത്തോണ്ടാ. എന്താടാ നീ തൊടാൻ എത്ര മടി? മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി ജീവിച്ചു. വലിയ മിടുക്ക് കാണിച്ചാലുണ്ടല്ലോ, ഈ പണ്ടാരമൊക്കെ അടിച്ചു പൊളിച്ച് കുടംപുളി ചവിട്ടുന്ന പോലെ നിന്നെ അതിനകത്ത് ചവിട്ടും. ഒരു പട്ടി അപ്പൂട്ടോട് ചോദിക്കത്തില്ല, മനസ്സിലായടാ? ഒരു പാക്കറ്റ് സിസറ എടുത്തേ. തീപ്പ പോ, പിന്നെ തരാം. ശരി, തുണി എടുത്തേ. തുണിയാ? അയ്യോ, ഇതെന്തു പറ്റി? വല്ലടത്ത് വീണോ? അല്ല, കുത്തിയതാ. ആര്? ഒരു പന്നിയുടെ മോൻ. അടുത്തില്ലായിരുന്നെങ്കിൽ പണ്ടത്തിന് കയറ്റിയനെ. അവന്റെ പരിപാടി ഞാൻ അവസാനിപ്പിച്ചേനെ. അയ്യോ, ചത്തില്ല, കാല് മുറിച്ച് കളയേണ്ടി വരും. ഇനി 1.5 കാലം വെച്ച് തെണ്ടാം. തെണ്ടട്ട പട്ടി. പിന്നെ എന്താ ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞേ? ആര് പറഞ്ഞു? ലാസർ മോലാളി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണമെന്നും പറഞ്ഞു. അത് നിങ്ങളാണോ? ഇതാ പിടിച്ചില്ല എനക്ക്. വാങ്ങാനുള്ള സാധനങ്ങളുടെ കാശ് ലിസ്റ്റോടാ. അതിപ്പോ ഇന്ന് വേണമെന്നില്ല, നാളെ ആയാലും മതി. നിന്റെ സൗകര്യത്തിന് വാങ്ങിക്കാൻ വേറെ ആളിനെ നോക്കണം. കാശ് കൊണ്ടാവണമെങ്കിൽ. എന്താ നിനക്ക് ഇത്ര മടി? ഞാൻ സഹായത്തിന് നിൽക്കുന്ന ഇഷ്ടമല്ലാന്നുണ്ടോ? അപ്പൂട്ടി ആരെയും പറ്റിക്കുകയും പറിക്കുകയൊന്നുമില്ല. ആവശ്യമുണ്ട് ആണുങ്ങളെ പോലെ കാശ് ചോദിച്ചു വാങ്ങിക്കും. മനസ്സിലായടാ? ആശാനെ, ഒന്ന് കേറിട്ട് വാ. ഇത്തിരി മരുന്ന് വെച്ചിട്ട് പോവാം. ഓ, മരുന്ന് മാത്രമൊന്നും വേണ്ട. അയ്യോ, ചിലപ്പോ സെപ്റ്റിക് ആയാലോ. വന്നാട്ടെ, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്ത് പറ്റിയ ആശാനെ? ഓ, ഒരു കുത്തു കടഞ്ഞതാ. ഏത് വിവരദോഷി അപ്പൂട്ടി ആശാനെ കുത്താൻ? ഒരു മൊണ്ണ. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. അതാ മരുന്നെടുക്ക്. ഇതെന്താടോ? വാറ്റ. ഇതിന്റെ ബിസിനസ് ഉണ്ടോ? അയ്യോ, ഇത് വിൽക്കാനല്ല. ആശാനെ പോലുള്ള VIP സ്വരൂപം മാത്രമേ പുറത്തെടുക്കൂ. പിന്നെ കടയടച്ച് പോകാൻ നേരത്ത് ഞാൻ ഒരു 2 വീശും. നീറോടോ? ഇതുപോലുള്ള കൊച്ചു കൊച്ചു നീറ്റുമല്ലോ അപ്പൂട്ടി ആശാന്റെ പ്രശ്നമാണോ? നാളെ കഴിയും. ലേശം വീശണ. വലിയ ലിസ്റ്റൊക്കെ ആണല്ലോ. അതാ 1.5 കാലിന്റെ. സിഗരറ്റ്, തീപ്പെട്ടി, നീലം, വള, മാല, കൺമഷി, റിബൺ, കരിമണി മാല. ഇത് ശരിയല്ലോ അപ്പൂട്ടിയാശാനെ. ഏത്? മഹിളകൾക്ക് വേണ്ടി വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉള്ളപ്പോ ഈ വക കാര്യങ്ങൾ അവൻ കൈവെക്കുന്നത് ശരിയല്ല. അല്ല, ലേഡീസ് ഐറ്റംസ് വിട്ടേക്കാം. അല്ല, ഇവിടെ ഉള്ള സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ നല്ല. എന്തായാലും അത് ഞാൻ ആലോചിച്ചോളാം. തിരക്കില്ല. ഡ്രൈവറും കണ്ടക്ടറും ചായ കൊടുക്കണേ ഉള്ളൂ. പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ നോക്കിട്ട് വാങ്ങണമെന്നില്ല. വാങ്ങണമെങ്കിൽ പിന്നെ എന്തിനാ നോക്കണേ? വാങ്ങണമെങ്കിൽ പിന്നെ എന്തിനാ നോക്കണേന്ന്? നോക്കണേന്റെ സുഖം നോക്കണവർക്കല്ലേ അറിയുള്ളൂ, അല്ലേ? ഇത് നോക്കിയാ
വേണേ എടുത്തു വെച്ചോ. എല്ലാം കിട്ടിയോ? ആ, കിട്ടിയതൊക്കെ വാങ്ങി. മാലയും വളയൊക്കെ നല്ലത് നോക്കി തന്നെയല്ലേ മേടിച്ച്? ഓ, അതൊന്നും വാങ്ങിയില്ല. അതെന്താ വാങ്ങായിരുന്നത്? വാങ്ങിയില്ല, അത് തന്നെ. പിന്നെ എന്താ വാങ്ങിയത്? അഴിച്ചു നോക്കാം, അപ്പൊ കാണാം. ബില്ല് ഓ, സാധനങ്ങളുമായിട്ടൊന്ന് ഒത്തു നോക്കണ്ടേ? ബാക്കി ബാക്കി മണി ഓർഡറായിട്ട് വരും, നോക്കി എഴുതണോ? എന്തൊരു കഷ്ടം അത്. എഴുതി കൊടുത്ത സാധനങ്ങൾ വാങ്ങില്ല, ബാക്കി കാശും തരില്ല എന്ന് പറഞ്ഞ. മഷിക്കറ പോയോ? അലക്കി നോക്കിയില്ല. ഉടനെ ഇത്തിരി ചുണ്ണാമ്പ് പുരട്ടിയാൽ മതിയായിരുന്നു. അപ്പൊ ഇത്തിരി ചുമക്കുന്നുള്ളൂ, പിന്നീട് അലക്കുമ്പോ പോവുകയും ചെയ്യും. നല്ല ശീലം ഉണ്ടെന്ന് തോന്നണു. എന്ത്? അല്ല, സാരിയിൽ മഷി ഒഴിച്ചിട്ടേ. എനിക്ക് ആദ്യമായിട്ട് പറ്റിയൊരു അബദ്ധ, ക്ഷമിക്കണോട്ടോ. ക്ഷമിച്ചാലില്ലെങ്കിലും ചീത്തയായത് എന്റെ സാരിയല്ലേ. എന്താ ശാനത്, കൊറേ നേരം ആയല്ലോ. ഇന്നലത്തെ ബാക്കി ഇരുന്നോട്ടെ. പേനയിൽ വീണതും സാരിയിൽ വീണതും എല്ലാം ചേർത്ത് 1 രൂപയായി കാണുമല്ലോ. എന്താ ശ്രീദേവി ടീച്ചർ പറയണത്? അല്ല, കട തുടങ്ങിയിട്ടേ ഉള്ളൂ. നന്നാവാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് പറയായിരുന്നു. ഇയാള് നന്നാവും. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇയാള് നന്നായിക്കൊള്ളും. ആ കുമാറിന് പ്രാന്താണ് മോനെ, നീ മുറുക്കാനെടുക്ക്. ചില്ലറ വൈകുന്നേരം വാങ്ങിച്ചോളാം. അപ്പൊ കുമാരൻ പറയണത് ശരി തന്നെയാണ്. എന്ത്? അല്ല, കുമാരൻ പറയാണ് കാലത്തും വൈകിട്ടും നാരായണൻകുട്ടിയുടെ കടയില് ഹാജർ വെച്ചിട്ടേ ശ്രീദേവി ടീച്ചർ പോവുള്ളൂ എന്ന്. ഇല്ലാത്തൊന്നും പറഞ്ഞു പരത്തില്ല എന്റെ ചെട്ടിയാറെ. നാണം പറഞ്ഞുണ്ട്, നാണം പറഞ്ഞുണ്ട്. മഷിക്കറകളാണ് മരുന്നുണ്ട്, വേണോ ആവോ? വേണ്ടപ്പോ പറയാം. ആ, മോനെ, നീ ലാസർ മോലാണ് കഴിക്കുന്നത്. എന്നെ പറ്റി പരാതി പറഞ്ഞാൽ വിളി വന്നു വരച്ചോടാ. നിന്റെ അമ്മൂമ്മയുടെ കച്ചവടം.
എന്തേ നിർത്തിയത്? എത്ര കാലായി അമ്മ എന്റെ കുട്ടി ഇതൊന്ന് വായിക്കുന്ന കേട്ടിട്ട്.